ഹായ് സുഹൃത്തുക്കളെ, ഒരു പിശുക്കനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ന്യൂസ് കിട്ടി. ഒരു വ്യക്തിക്ക് ബ്ലഡ് ആവശ്യമുണ്ട് എന്നും അത് കുറച്ച് റെയറായ ഗ്രൂപ്പായതുകൊണ്ട് 2 ലക്ഷം രൂപ വരെ ആ ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ള ന്യൂസ്. അപ്പോൾ ഈ പിശുക്കൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അതുതന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം വേഗം പോയി ആ ബ്ലഡ് കൊടുക്കുകയും രോഗിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അമൗണ്ട് സെറ്റിൽമെൻറ്റ് നടന്നത്. ഈ പിശുക്കനായ ആ വ്യക്തി ആ രോഗിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അയാൾ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് നന്ദിയെല്ലാം പറഞ്ഞ് ഒരു കവർ കയ്യിൽ കൊടുത്തു. ഈ പിശുക്കൻ വളരെ സന്തോഷപൂർവ്വം വാങ്ങിച്ചിട്ട് വീടിൻ്റെ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് വെറും 2000 രൂപയുള്ളൂ. 2 ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2000 തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അകത്ത് പോയിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളുടെ രക്തം എനിക്ക് ലഭിക്കുന്നത് വരെ ഞാൻ നല്ല ക്യാരക്ടറും ധർമ്മിഷ്ഠനുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ രക്തം എന്നിലേക്ക് വന്ന ശേഷം 2000 രൂപ ഞാൻ തരുന്നത് കൂടെ അധികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. ആ പിശുക്കൻ വളരെ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. രക്തം ഒരാളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ നമ്മിലേക്ക് വ്യാപിക്കുന്നു എന്നത് തമാശയായി പറയപ്പെടുന്ന ഒരു കഥയാണ് ഇത്. നമ്മൾ ഇടപഴകുന്നതും നമ്മൾ സമ്പർക്കം വെച്ചിരിക്കുന്നതുമായ വ്യക്തികളിൽ നിന്ന് പല സ്വഭാവങ്ങളും എല്ലാം നമ്മിലേക്കും ട്രാൻസ്ഫർ ആകുന്നുണ്ട്. മഹാഭാരതത്തിൽ കർണൻ്റെ അവസ്ഥയും അതായിരുന്നു. വളരെ നല്ലൊരു വ്യക്തിയായിരുന്ന കർണൻ ദുര്യോധനൻ്റെ കൂടെ ചേർന്നതും പല തെറ്റുകൾ ചെയ്യേണ്ടി വരികയും ചീത്തപ്പേര് കേൾക്കേണ്ടി വരികയും ധർമ്മത്തിൽ നിന്നകന്ന് അധർമ്മത്തിൻ്റെ പക്കൽ നിൽക്കേണ്ടി വരികയും അതുമൂലം നാശം സംഭവിക്കുകയും ചെയ്തു. നമ്മളും പല ആൾക്കാരുടെ കൂടെ ഇടപഴകുന്നുണ്ട്. തീർച്ചയായും അവരുടെ മോശമായ വശങ്ങളും മോശമായ സ്വഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അവരുടെ നന്മയും നല്ല വിഷയങ്ങളും നമ്മൾ റിസീവ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് അത്തരം സ്വഭാവങ്ങൾ വരികയും അത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.